ഗിരീഷാണ് ഗിരീഷാണ് ചേരുന്നത്. തലസ്ഥാനത്തെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മടങ്ങും. ഇന്നലെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ പങ്കെടുത്തു. അദ്ദേഹം 10 മണിയോടെ കന്യാകുമാരിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാനായി തിരിക്കും. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഗിരീഷ് ചേരുകയാണ്. ഗിരീഷ്, വെരി ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരം എന്ന് പറയുന്നത് BJPക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ടെത്തുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. അവിടെ നിന്നുള്ള വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് സ്മിത, ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഇന്നലെ രാത്രിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്തെത്തിയത്. അദ്ദേഹത്തിന് ഇന്ന് തമിഴ്നാട്ടിൽ കന്യാകുമാരിയിൽ വിവിധ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതിന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എത്തിയത്. പക്ഷേ ഇന്നലെ രാത്രി വൈകി തന്നെ അദ്ദേഹം തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. BJP തിരുവനന്തപുരം മണ്ഡലത്തെ ഒരു A ക്ലാസ് മണ്ഡലമായി കാണുന്നുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രചരണ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ, അതിനുപരിയായി സംസ്ഥാനത്ത് മൊത്തത്തിൽ BJP നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ അദ്ദേഹം വിശദമായി തന്നെ ഈ അവലോകന യോഗത്തിൽ ചർച്ച ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സംസ്ഥാന നേതാക്കൾ മിക്കവരും ഈ യോഗത്തിലുണ്ടായിരുന്നു. ഇതിനുശേഷം ഓരോ സ്ഥലത്ത് വരുത്തേണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അതോടൊപ്പം തന്നെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ വിശദമായി ചർച്ച ചെയ്തു. ഇന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് മറ്റ് പരിപാടികളൊന്നും തന്നെയില്ല. രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തിയേക്കും. ഇതിനുശേഷം രാവിലെ 10 മണിയോടെ അദ്ദേഹം കന്യാകുമാരിയിലേക്ക് പോകും. കന്യാകുമാരിയിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിന് റോഡ് ഷോ കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. കന്യാകുമാരിയിൽ പോകുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം വന്നതെങ്കിൽ പോലും വീണ്ടും തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം വീണ്ടും കേരളത്തിലെത്തുന്നുണ്ട്. നമുക്കറിയാം, മറ്റന്നാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നത്. കേരളത്തിൽ എങ്ങനെയും അക്കൗണ്ട് തുറക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളി, അല്ലെങ്കിൽ അവരുടെ ഒരു വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഒരു തരത്തിലുള്ള പാളിച്ചയും ഉണ്ടാകരുത് എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ട പ്രചാരണത്തിനായി തിരുവനന്തപുരത്തെത്തി. അദ്ദേഹം ഇന്ന് കന്യാകുമാരിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി തിരുവനന്തപുരത്ത് നിന്ന്. അതെ, തിരുവനന്തപുരവും തൃശ്ശൂരും ഒക്കെ അവർ നോക്കുന്ന മണ്ഡലങ്ങളാണ്. ശക്തമായ ത്രികോണ മത്സരം ഉണ്ട് എന്ന് പറയപ്പെടുന്നത്. അതിൻ്റെ ഒരു ചൂടൊക്കെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്നതുമാണ്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇനി നേതാക്കളുടെയൊക്കെ അടുത്ത വരും ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിപ്പോൾ 3 മുന്നണികളും അക്കാര്യത്തിൽ പിന്നിലല്ല എന്നുള്ളതാണ് അല്ലേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.